സോ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ മുന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് എൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ സ്റ്റോക്ക് ട്രാൻസ്ഫർ എല്ലാ കാര്യങ്ങളും നോക്കി. സോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വെയർ ഹൗസ് വേണമല്ലോ. സോ എങ്ങനെ ഒരു വെയർ ഹൗസ്, അതായത് ഐറ്റം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ വെയർ ഹൗസും ക്രിയേറ്റ് ചെയ്യും. സോ അതിന് സ്റ്റോക്കിൽ ഇവിടെ ടോട്ടൽ വെയർ ഹൗസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെയർ ഹൗസിൻ്റെ ലിസ്റ്റ് കിട്ടും. അതല്ല നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും സെർച്ചും ചെയ്യാം, ലൈക്ക് വെയർ ഹൗസ് എന്നുള്ളത്. സോ വേറെ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഇതാണ്. ഇപ്പോൾ ഇതൊക്കെ ഡിഫോൾട്ട് വെയർ ഹൗസസ് ആണ് കറൻ്റ് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഉണ്ടാവല്. സോ അല്ല, ഇത് കൂടാതെ തന്നെ നമുക്ക് ആഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മെയിൻലി അധികം ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യൽ സ്റ്റോർ, അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിഫോൾട്ടായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യൽ. സോ അതല്ലാതെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് കൊടുക്കാം പുതിയൊരു വെയർ ഹൗസ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ദുബായിലൊരു വെയർ ഹൗസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ദുബായ് എന്ന് കൊടുത്തു, വെയർ ഹൗസ് എന്ന് ദുബായ് വെയർ ഹൗസ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇതിപ്പോൾ പാരൻ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങനെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയാണ്. ഓക്കെ, ഇനി അതിൽ അക്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ദെൻ നമുക്ക് വെയർ ഹൗസിൻ്റെ കോൺടാക്റ്റ് ഇൻഫോ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ലൈക്ക് വെയർ ഹൗസിൻ്റെ ഫോൺ നമ്പർ, മൊബൈൽ, അഡ്രസ്സ്, കാര്യങ്ങൾ, സിറ്റി, പിൻകോഡ്, എല്ലാ കാര്യങ്ങളും കൊടുക്കാം. സോ ഇതൊന്നും മാനിറ്ററി അല്ല. സോ ഇതൊന്നും ബോധേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ വെയർ ഹൗസിൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങൾ കൊടുക്കാം. സോ ഞാൻ ദുബായ് വെയർ ഹൗസ് എന്ന് കൊടുത്തു. ദെൻ സേവ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ നോക്കിയാൽ ദുബായ് എന്നുള്ള വെയർ ഹൗസ് വന്നു. സോ ഓക്കെ, സോ ഇതാണ് ദുബായ്. ഓക്കെ, ഇനി ഇത് പാരൻ്റ് വെയർ ഹൗസ് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൂപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് കൺവേർട്ട് ടു ഗ്രൂപ്പ് ആക്കാം. സോ അത് ഈസ് ഗ്രൂപ്പ് വെയർ ഹൗസ്, അതായത് ദുബായ് എന്നുള്ളൊരു ഗ്രൂപ്പ് വെയർ ഹൗസ് ആയി. ഇനി ഈ ദുബായിൻ്റെ അണ്ടറിൽ നമുക്ക് മൾട്ടിപ്പിൾ വെയർ ഹൗസസ് ഉണ്ടാക്കാം. സോ അതാണ് ഗ്രൂപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ കറൻ്റ് അത് പാരൻ്റ് ആക്കുന്നില്ല. സോ വെയർ ഹൗസ് പോയി നോക്കിക്കഴിഞ്ഞാൽ ദുബായ് എന്നുള്ള വെയർ ഹൗസ് വന്നു. സോ ഇങ്ങനെയാണ് വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോക്ക് എൻട്രി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെല് ചെയ്യുമ്പോഴോ ബൈ ചെയ്യുമ്പോഴോ നമുക്ക് വെയർ ഹൗസ് എന്നുള്ള ഫീൽഡിൽ നമുക്ക് ഈ ഒരു വെയർ ഹൗസ് മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഇതൊരു കാര്യത്തിൽ നമുക്ക് വെയർ ഹൗസ് മെൻഷൻ ചെയ്യേണ്ട കോളത്തിൽ നമുക്ക് ഈ ഒരു വെയർ ഹൗസ് കൊടുക്കാം. സോ ഇങ്ങനെയാണ് വെയർ ഹൗസ് കൊടുക്കേണ്ടത്. വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്രസ്സ്, കോൺടാക്ട്സ്, കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സെയിം നമ്മൾ കസ്റ്റമറിന് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇനി ഈ ഒരു വെയർ ഹൗസ് തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ബാലൻസ്, ജനറൽ ലെഡ്ജർ, കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വ്യൂ ചെയ്യാം. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വെയർ ഹൗസ് ഒന്ന് ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ സ്റ്റാറ്റസ് എനേബിൾഡ് ആണ്. സോ ഇത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ആസ് യൂഷ്വൽ ഇതേപോലെ തന്നെ ഡിസേബിൾ ക്ലിക്ക് ചെയ്യുക, ദെൻ ഡിസേബിൾ ആക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം, ഈസ് റിജക്റ്റഡ് വെയർ ഹൗസ്. സോ അതിനർത്ഥം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ മേ ബി അവിടെ സ്ക്രാപ്പ് ഐറ്റംസ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പർച്ചേസ് ചെയ്ത ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കേട് വന്നില്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. സോ അതാണെങ്കിൽ അവർ റിട്ടേണും ചെയ്യില്ല. സോ നമ്മളത് ഓഫ് കോഴ്സ് സ്റ്റോർ ചെയ്യണമല്ലോ. സോ ആ ഒരു കേസിൽ നമുക്കൊരു സെപ്പറേറ്റ് വെയർ ഹൗസ് മേ ബി വേണ്ടി വരും, അതായത് റിജക്റ്റഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പ് ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു വെയർ ഹൗസ് എന്ത് ചെയ്യാം, റിജക്റ്റഡ് ആക്കി കണക്കാക്കാം. സോ ഇഫ് യെസ്, ദെൻ ദിസ് വെയർ ഹൗസ് വിൽ ബി യൂസ്ഡ് ടു സ്റ്റോർ റിജക്റ്റഡ് മെറ്റീരിയൽസ്. ഈ കേസിനാണ് നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ്. ഇത് ടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദുബായ് എന്നുള്ള വെയർ ഹൗസ് എന്തായി, റിജക്റ്റഡ് വെയർ ഹൗസ് ആയി. ഓക്കെ, സോ ആ ഒരു കേസിലാണ് ഈ ഒരു ചെക്ക് ബോക്സിൻ്റെ ആവശ്യം. സോ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വെയർ ഹൗസ് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ അതൊക്കെ ഐറ്റം ക്രിയേഷൻ എന്നുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം.